പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹതാതാ ആശാരി ജോലി ചെയ്ത് ഈശോയെ പോറ്റിയോരേ, ആശയോടണയുന്ന ആശ്രിതരെ കാക്കണേ. പ്രാരംഭ പ്രാർത്ഥന. ഏറ്റവും പരിശുദ്ധമായ തിരുക്കുടുംബത്തിലെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവേ, അങ്ങേ ഞങ്ങളുടെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു, വണങ്ങുന്നു. ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. ആപത്തുകളിലും അനർത്ഥങ്ങളിലും ആശ്രയവും സഹായവും ഉറപ്പുമുള്ള മധ്യസ്ഥനുമായി അങ്ങ് വർത്തിക്കുന്നുവല്ലോ. അങ്ങയുടെ ജീവിതപാതയിൽ ഒളിഞ്ഞുകിടക്കുന്ന തിളക്കമാർന്ന ജീവിത വിജയ രഹസ്യങ്ങൾ ഉൾക്കൊണ്ട് അങ്ങയുടെ പാത പിൻചെല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഭക്തിയോടെ അങ്ങയുടെ ജീവിതത്തെ ധ്യാനിക്കുവാനും അവിടുത്തെ ജീവിത മാതൃക സ്വന്തമാക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിത പാതകളിൽ സംശയ നിർക്കയത്തിൽ മുങ്ങിടാതെ കാക്കണേ. സ്നേഹവാത്സല്യതാതാ ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹതാതാ. ഒന്നാം സ്ഥലം. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലേക്ക് വിളിക്കപ്പെടുന്ന വിശുദ്ധ യോസേപ്പ്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളും ജീവിതയാത്രയിൽ സംശയക്കയത്തിൽ മുങ്ങിത്തുടിക്കാറുണ്ട്. ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും സഹോദരീ സഹോദരങ്ങളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഞങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുന്ന സംശയങ്ങളും ഭിന്നതകളും വെറുപ്പും വൈരാഗ്യവുമെല്ലാം ദൂരീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിത പ്രശ്നങ്ങളുടെ മധ്യേ പ്രാർത്ഥനയിൽ അഭയം തേടി ദൈവേഷ്ടം ശ്രവിച്ച അങ്ങയുടെ മാതൃക സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നീതിതൻ വല്ലഭനേ, ഈശോ തൻ സ്നേഹതാതാ ശുദ്ധരായി ജീവിക്കുവാൻ ദാസരെ കാത്തിടണേ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹതാതാ
രണ്ടാം സ്ഥലം കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ്. വിശുദ്ധ യോസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് സ്വപ്നത്തിൽ ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൈവസ്വരം ശ്രവിച്ച് വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ തൻ്റെ ഭാര്യയായി അവൾ സ്വീകരിച്ചു. അങ്ങനെ അവരുടെ ജീവിതം ഭൂമിയിലെ സ്വർഗമായി. വിവാഹ ജീവിതക്കാരുടെ മാതൃകയും മധ്യസ്ഥനുമായ വിശുദ്ധ യോസേപ്പ് പിതാവേ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാ യുവതീവാക്കളെയും അങ്ങ് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവാഹം തടസ്സപ്പെട്ട് കിടക്കുന്നവരെയും സാമ്പത്തികവും ശാരീരികവുമായ കാരണങ്ങളാൽ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ നിൽക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് ദൈവസ്വരം ശ്രവിച്ച് വിവാഹ ജീവിതം സ്വർഗമാക്കിയതുപോലെ ഞങ്ങളും ജീവിതത്തിൽ പരസ്പരം ബഹുമാനിച്ചും അംഗീകരിച്ചും ഞങ്ങളുടെ കുടുംബങ്ങളെ സ്വർഗതുല്യമാക്കാൻ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാലിത്തോടുത്തുന്നതിൽ ദൈവിഷ്ടം പുൽകിയോനേ, കുരിശുകൾ പേറിടുവാൻ ദാസരെ പ്രാപ്തരാക്കൂ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹതാതാ. മൂന്നാം സ്ഥലം ബെത്ലഹേമിലെ തിരസ്കരണവും കാലിത്തൊഴുത്തിലെ ഈശോയുടെ ജനനവും. പേരെഴുതിക്കാനായി ഗലീലിയയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ജോസഫ് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ഉണ്ണീശോയുടെ ജനനത്തിനായി വേദന അനുഭവിച്ച വിശുദ്ധ യോസേപ്പ് പിതാവേ, ലോകരക്ഷകർ ജന്മം നൽകാൻ അങ്ങ് അനുഭവിച്ച അവഗണനയും അപമാനവും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അവഗണനയും അപമാനവും സഹിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ രക്ഷകൻ രൂപപ്പെടുന്നു എന്ന സത്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തക്കാരാലും ബന്ധുജനങ്ങളാലും മക്കളാലും അവഗണിക്കപ്പെടുമ്പോൾ അങ്ങയെപ്പോലെ സമചിത്തതയോടെ സഹിക്കാനും ദൈവപരിപാലനയിൽ അഭയം തേടാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിനയത്തിൻ കാണിക്കയാ വരദായക ഹൃദയം നൽകി, വിനയാൻവിതനായി ജീവിക്കാൻ ദാസരിൽ കനിയണമേ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോനേ, ഈശോ തൻ സ്നേഹതാതാ. നാലാം സ്ഥലം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന വിശുദ്ധ യോസേപ്പ് പിതാവ്. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. തിരുക്കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ദൈവം തന്ന മകനെ ദൈവത്തിനായി സമർപ്പിച്ചു വളർത്തിയ അങ്ങയുടെ മാതൃക പിൻചെന്നുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവമക്കളായി വളർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ദൈവത്തിന് കാണിക്ക അർപ്പിച്ചതുപോലെ
ഞങ്ങളും ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ദൈവത്തിന് നൽകേണ്ടത് കാണിക്കയായി നൽകി ദൈവപ്രീതി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആകുലവേളകളിൽ ആപത്തിൻ വീഥികളിൽ രക്ഷാർത്ഥരായി കീഴുമ്പോൾ തവ ചാരി തുണയേകണേ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹദാതാ. അഞ്ചാം സ്ഥലം, ശത്രുകരങ്ങളിൽ നിന്ന് ഈശോയെ രക്ഷിക്കുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവ്. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ഉണ്ണീശോയെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങ് നടത്തിയ ത്യാഗപൂർണമായ ഈജിപ്ത് യാത്ര ഞങ്ങൾ ഓർക്കുന്നു. ആധുനിക ലോകത്തിൽ നിഷ്കളങ്ക ജീവനെ നശിപ്പിക്കുന്ന ഗർഭഛിദ്രങ്ങളെയും മറ്റു തെറ്റായ ജീവിത ശൈലികളെയും വ്യർത്തുപേക്ഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയെപ്പോലെ ഞങ്ങളും നിഷ്കളങ്ക ജീവിതത്തിന്റെ സംരക്ഷകരും വക്താക്കളുമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശത്രു സംഹാരമല്ല ക്രൈസ്തവന്റെ രക്ഷാമാർഗമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ സാന്നിധ്യം സദാ ജീവിതം ധന്യപൂർണം. ദൈവനന്മ പ്രാപിക്കാൻ സത്മാർഗം നൽകൂ താതാ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹദാതാ. ആറാം സ്ഥലം, ബാലനായ ഈശോയെ അന്വേഷിച്ചിറങ്ങിയ വിശുദ്ധ ഔസേപ്പ് പിതാവ്. ഈശോയ്ക്ക് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോയി. തിരുനാൾ കഴിഞ്ഞവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ ഈശോ ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ ഈശോയെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഉണ്ണീശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, നഷ്ടപ്പെട്ട ഈശോയെ കണ്ടെത്താൻ അന്വേഷിച്ചിറങ്ങിയ അങ്ങ് ദേവാലയത്തിൽ അവനെ കണ്ടെത്തിയല്ലോ. ഞങ്ങളും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഈശോ സാന്നിധ്യം നഷ്ടപ്പെടാൻ ഇടയാകുമ്പോൾ ഈശോയെ അന്വേഷിച്ചിറങ്ങാനും അനുതാപത്താലും കൗദാശിക ജീവിതത്താലും ഈശോയുടെ സാന്നിധ്യം വീണ്ടെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയിലൂടെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആശാരി ജോലി ചെയ്ത് ഈശോയെ പോറ്റിയോനെ, അധ്വാന വീഥികളിൽ
ജയം പുൽകാൻ കനിയൂ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹദാതാ. ഏഴാം സ്ഥലം തിരുക്കുടുംബത്തെ പോറ്റുന്ന തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? ഞങ്ങളുടെ ജീവിതത്തിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം ഗ്രഹിക്കുവാനും അധ്വാനിച്ച് കുടുംബം പുലർത്താനും ഞങ്ങളെ പഠിപ്പിക്കണമേ. തൊഴിലില്ലാതെ അലിയുന്നവരെയും കടബാധ്യതകളാൽ വിഷമിക്കുന്നവരെയും കുടുംബം പുലർത്താൻ സാധിക്കാതിരിക്കുന്നവരെയും അവിടുത്തെ സ്നേഹമാധ്യസ്ഥ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നീതിമാനായ താതാ, സത്യത്തിൻ മാതൃകയേ, നിൻ ചാരി വന്നിടുന്ന സുതരേ നീ കാത്തിടേണേ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹദാതാ. എട്ടാം സ്ഥലം നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവ്. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നീതിമാൻ എന്ന വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങ് ഓരോരുത്തർക്കും അർഹിക്കുന്നതിനും ഉപരിയായി നൽകുന്ന നീതിമാനായിരുന്നുവല്ലോ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അങ്ങേപ്പോലെ നീതിബോധത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനീതിയെയും അസത്യത്തെയും തോൽപ്പിച്ച് സത്യസന്ധതയോടെ ജീവിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവഗീതത്തിൽ വാണ് നന്മ വിളയിക്കുവാൻ ഭാഗ്യമരണം പോകാൻ സൗഭാഗ്യം നൽകൂ താതാ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, ഈശോ തൻ സ്നേഹദാതാ. ഒൻപതാം സ്ഥലം നന്മരണ മധ്യസ്ഥയായ വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം ഈശോയുടെ മറിയത്തിനെ പരിചരണങ്ങൾ ഏറ്റുകൊണ്ട് യൗസേപ്പ് നന്മരണം പ്രാപിച്ചു. ലോകരക്ഷകന്റെ മടിയിൽ തലവെച്ച് കന്യകാമറിയത്തിന്റെ പരിചരണങ്ങളേറ്റ് മരണം വരിക്കുക എത്ര ഭാഗ്യമുള്ളതാണ്. നന്മരണ മധ്യസ്ഥയായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ അങ്ങയെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തതാപൂർവ്വം നിറവേറ്റിയും ദൈവത്തിന്റെ മനസ്സനുസരിച്ച് ജീവിച്ചും ഇഹലോക ജീവിതം അനുഗ്രഹീതമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മരണത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. മരണാസന്നരായ ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, മരണസമയത്ത് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവേ,
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യൂസേപ്പുതാതൻ തന്നിൽ അഭയം തേടും മക്കൾ തൻ ക്ലേശങ്ങൾ നീക്കിടുവാൻ പ്രാർത്ഥിക്കൂ നിത്യവും നീ. ക്ലേശം സഹിക്കുന്നോർക്കും വീട് പുരത്തുന്നോർക്കും മാതൃകയായുള്ളൂ നീ. ഈശോ തൻ സ്നേഹദാതാ. പത്താം സ്ഥലം സാർവത്രിക മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ്. ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിനായി അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിന്റെ അടുത്ത് ചൊല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. യോസേപ്പിന്റെ പക്കൽ പോകുവിനെന്ന് പൂർവ്വ യോസേപ്പിലൂടെ മുൻകൂട്ടി വെടിവാക്കപ്പെട്ടതുപോലെ ഇന്ന് പീഡിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളിലും വേദനകളിലും അങ്ങയുടെ പക്കൽ ഓടി വരാനും പ്രതിസന്ധികൾ പരിഹരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിന്നിപ്പൂ കയ്യിൽ ചൂടി ഉണ്ണിയെ മാറിൽ ചേർത്ത ഏഴകൾക്കാലംബമായി എന്നെന്നും വാഴുന്നോനേ. ആശാരി ജോലി ചെയ്ത് ഈശോയെ പോറ്റിയോനേ, ആശയോടണയുന്ന ആശ്രിതരെ കാക്കണേ. സമാപന പ്രാർത്ഥന. ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കുന്നവർക്ക് ഈ ലോകത്തെ സൗഭാഗ്യവും പരലോകത്തെ ദൈവദർശനവും വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങേ വളർത്തു പിതാവായി മാറിയ യോസേപ്പിന്റെ മാതൃകയനുസരിച്ച് വിനയത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പാത പിഞ്ചെന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകണമേ. ഈ പിതാപാതയെ ത്യാഗപൂർവ്വം പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി ഈശോയുടെ തിരുസിംഹാസനത്തിന് മുൻപിൽ മാധ്യസ്ഥമേകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ സഹായവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.